കോഴ ആരോപണത്തെ തുടർന്ന് കേരള സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു. കൈക്കൂലി വാങ്ങിയ 3 വിധികർത്താക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ നടന്ന മാർഗ്ഗംകളി മത്സരത്തിലാണ് കോഴ ആരോപണം ഉയർന്നത്. വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, കോഴ ആരോപണത്തെ തുടർന്നാണ് ഇപ്പോൾ മത്സരം നിർത്തിവെച്ചിരിക്കുന്നതിന് മറ്റു കാര്യങ്ങൾ കൂടി. വിധികർത്താക്കളും കോഴ അല്ലെങ്കിൽ അവരുമായി മത്സരാർത്ഥികൾ നിരന്തരം അവരെ വിളിക്കുന്ന ഒരു രീതി ഞങ്ങൾക്ക് മനസ്സിലായി. അവരുടെ ഫോണിലേക്ക് നിരന്തരം മത്സരാർത്ഥികളുടെ കോളുകൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നി പോലീസ് നേരിട്ട് പരാതി നൽകി. അല്ലാതെ തന്നെ ഇവിടെ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ പരാതി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി. അങ്ങനെ കന്റോൺമെന്റ് പോലീസ് 3 വിധികർത്താക്കളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാജി, സിബിൻ, ജോമറ്റ് എന്ന് പറയുന്ന 3 വിധികർത്താക്കളെയാണ്. മാർഗ്ഗംകളിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാത്രിയിൽ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കലോത്സവം മാർഗ്ഗംകളി മാത്രമാണ് ആ സമയത്ത് നിർത്തിവെച്ചത്. പക്ഷെ ഇന്ന് കലോത്സവം പുനരാരംഭിച്ചിട്ടുണ്ട്. മറ്റ് തടസ്സങ്ങളില്ല എന്നാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിട്ടുള്ള വിജയ് പറയുന്നത്. പക്ഷേ അങ്ങനെ മാത്രമല്ല കാര്യങ്ങൾ. മന്ത്രിയുടെ ഓഫീസ് പോലും ഇടപെട്ടാണ് ഈ ജഡ്ജിനെ, അതായത് വിധികർത്താക്കളെ തീരുമാനിച്ചത്. അത് SFI ആണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്നത്. അതുകൊണ്ട് SFIക്കും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർക്കും ഒക്കെ തന്നെ ഈ കോഴ ഇടപാടിൽ ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായി മുന്നോട്ട് വരികയാണ്. അതിൽ നിന്നും തടി ഊരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ഞങ്ങൾക്ക് ഇത് പങ്കില്ല എന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. അങ്ങനെയല്ല, SFI നേതൃത്വത്തിനും യൂണിവേഴ്സിറ്റി യൂണിയനും ഇക്കാര്യത്തിൽ കൃത്യമായി അവർ ഇടനിലക്കാരായി നിന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ചില ആളുകൾക്കെതിരെയും ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ ആക്ഷേപം ശക്തമായതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് വിധികർത്താക്കളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും ഈ സംഭവം വിവാദം ആയിരിക്കുകയാണ്. 11-ാം തീയതി മാത്രമാണ്, അതായത് തിങ്കളാഴ്ച മാത്രമാണ് കലോത്സവം സമാപിക്കുക. KP, ഈ കലോത്സവത്തിന്റെ പേര് പോലും വിവാദമായിരുന്നു. ഇന്തിഫാദ എന്നുള്ള പേര് മാറ്റാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉത്തരവിട്ടതിനെ തുടർന്നാണ് കലോത്സവത്തിന്റെ പേര് പോലും, അതായത് ഒരു കലാപത്തിന്റെ പേരാണ്. ശരി, ഏതായാലും വിനോദ് പറഞ്ഞതുപോലെ തന്നെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു പേരിൽ തുടങ്ങിയ വിവാദമാണിപ്പോൾ കോഴയിൽ അവസാനിച്ചിരിക്കുന്നത്. എനിക്ക് വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.